CPM നേതാവ് പി ജയരാജൻ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ വൈകുന്നേരം 5:30 ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്ര ദർശനത്തിന്റെ വിവരങ്ങൾ പുറത്ത് പറയരുതെന്ന് ക്ഷേത്ര ജീവനക്കാരോട് ദേവസ്വം ആവശ്യപ്പെട്ടിരുന്നു. വീഡിയോ ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ദർശനം പൂർത്തിയാക്കി വളരെ വേഗത്തിൽ ജയരാജൻ മടങ്ങി. സാനു കെ സജീവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സാനു, ഏതൊരു വ്യക്തിക്കും ക്ഷേത്രങ്ങളിൽ പോകാം, ആരാധന നടത്താം, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അമ്പലമില്ല, ദൈവമില്ല എന്നൊക്കെ പരസ്യമായി വിളിച്ചു പറയും. എന്നിട്ട് രാത്രിയായി തലേ മുണ്ടിട്ട് അമ്പലത്തിൽ പോകും. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ വാർത്തയാവുന്നത്. ഗൗതം, അത് തന്നെയാണ് കാരണം. ഏതൊരു വിശ്വാസിക്കും എത്തിപ്പെടാൻ എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള വിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ എല്ലാവർക്കും അനുമതിയുണ്ട്, അതിനുവേണ്ട സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ദൈവമില്ല, ദൈവവിശ്വാസമില്ല, എല്ലാം മിഥ്യയാണ് എന്നൊക്കെ പറയുന്ന, മിത്താണെന്നൊക്കെ പറയുന്നവർ തന്നെ ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോഴേക്കുമാണ് അത് വാർത്തയാവുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സന്ദർശനമാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. പി ജയരാജൻ ഇന്നലെ കൊടുങ്ങല്ലൂരുള്ള ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുന്നു. രാവിലെ നടത്താനായിട്ടായിരുന്നു നിശ്ചയിച്ചിരുന്നെങ്കിലും അവിടെ ക്ഷേത്രത്തിൽ വലിയ രീതിയിൽ ഭക്തരുണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വൈകുന്നേരം 5:30 പി ജയരാജനും തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. മാത്രമല്ല, ഈ അതീവ രഹസ്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ എങ്ങനെയാണോ ഗുരുവായൂരിൽ ദർശനം നടത്തിയത് അതിന് സമാനമായിട്ട് വളരെ രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു കൊടുങ്ങല്ലൂരിലും പി ജയരാജന് വേണ്ടി ഒരുക്കിയിരുന്നത്. ദേവസ്വത്തിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇത് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇത്തരത്തിലുള്ള സന്ദർശനം അല്ലെ ദർശന വിവരം പുറത്തേക്ക് പറയരുതെന്ന് ഇന്നലെ വൈകുന്നേരം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശവും അവിടെ നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടത് യൂണിയനിൽപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു, ഗാർഡുമാർ തന്നെയായിരുന്നു ഇന്നലെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് പ്രത്യേക നിർദ്ദേശവും നൽകിയിരുന്നു. അങ്ങനെ നടത്തിയിരിക്കുന്ന ഈ ദർശനം ആ ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾ തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി പി ജയരാജൻ ക്ഷേത്രത്തിലെത്തിയിട്ടുള്ള കർമ്മങ്ങൾ അല്ലെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി വളരെ വേഗം ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേപോലെ തന്നെ പി ജയരാജന് സമീപത്ത് നിന്ന് ദൃശ്യം പകർത്താനായിട്ട് ആ ഒപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ അകലെ നിന്നാണ് പലരും ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം 5:30 പി ജയരാജൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ചടങ്ങുകളൊക്കെ വഴിപാടുകളൊക്കെ നടത്തിയിട്ടാണ് പോയതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ പി ജയരാജന് ചില പരിപാടികൾ, സ്വകാര്യ പരിപാടികൾ അടക്കം കൊടുങ്ങല്ലൂരിൽ നിശ്ചയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം എത്തിയത്. തുടർന്നാണ് ക്ഷേത്ര ദർശനവും പൂർത്തിയാക്കി മടങ്ങിയിട്ടുള്ളത്. സാനു, ഈയിടെ നമുക്കറിയാമല്ലോ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗുരുവായൂരിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ക്ഷേത്ര ദർശനം നടത്തുന്നു. അന്ന് അത് ചിത്രീകരിക്കാൻ ശ്രമിച്ച നമ്മുടെ ലേഖകനെ തന്നെ മർദ്ദിക്കുന്നു. ഇപ്പോൾ ഇതാ പി ജയരാജൻ ക്ഷേത്രത്തിൽ എത്തുകയാണ്. അത് അവിടെ നിൽക്കുന്ന യഥാർത്ഥ ഭക്തരത് ക്യാമറയിൽ പകർത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം പെട്ടെന്ന് ക്ഷേത്ര ദർശനം ഒഴിവാക്കി പോകുന്നു. എന്തിനാണ് ഇവർ ഈ ക്ഷേത്ര ദർശനമൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ച് ചെയ്യുന്നത്? വിശ്വാസിയാണെങ്കിൽ അത് വിശ്വാസിയാണെന്നങ്ങ് പറഞ്ഞുകൂടെ? നമ്മൾ പലപ്പോഴും ഈ ശബരിമലയിലെ പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയൊക്കെ വന്ന് നിൽക്കുമ്പോൾ അഭിനയിക്കുന്നത് കാണാറുണ്ട്. അതിന് സമാനമായിട്ടുള്ള നിലയിലുള്ള പല സംഭവങ്ങളും ഇവിടെയും നടക്കുന്നു. അത്തരത്തിൽ ചെയ്തികൾ നടത്തുന്നവർ ഈ ഒരു രഹസ്യമായിട്ട് എത്തുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അത് പുറത്ത് പറയരുതെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് എന്തിനാണ് നിർദ്ദേശം കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത. ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട സംഭവമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് CPM-ന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അവരുടെ ഇടപെടലൊക്കെ ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ ദൈവമില്ല, മിഥ്യയാണെന്നൊക്കെ പറയുന്ന മറ്റ് മതസ്ഥരായവർ അവരവരുടെ മതത്തിൽപ്പെട്ട ചടങ്ങുകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ആരിഫ് MP, ആലപ്പുഴയിൽ MP ഇതിനൊക്കെ എതിർത്ത് പറയുകയും തങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ വരുമ്പോൾ അത് വളരെ ഭയഭക്തിയോടുകൂടി അതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് നമ്മുടെ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. അപ്പം ഒരു വിശ്വാസത്തെ മാത്രം എതിർക്കുന്ന ഒരു തരത്തിലേക്ക് CPM-ന്റെ സംവിധാനങ്ങൾ മാറുന്നു. എന്നിട്ട് അത്തരം എതിർക്കുന്നവർ തന്നെ രഹസ്യമായിട്ടെത്തി അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെത്തി മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ പി ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതേപോലെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അടുത്തു നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ ആരെയും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഒപ്പം ഉണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. ഒപ്പം മറ്റൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. അത് ബന്ധുക്കളാവാം, മറ്റാരെങ്കിലും ആകാം, അല്ലെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടോ എന്നുള്ളവരാവാം. എന്തായാലും ഇവരാരും ഈ അടുത്ത് നിന്ന് സമീപത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്താനായിട്ട് അനുമതി നൽകിയിരുന്നില്ല. വളരെ ദൂരത്ത് നിന്ന് മാത്രമേ ദൃശ്യങ്ങൾ പകർത്താവൂ എന്ന് പറയുന്നു. അതേപോലെ തന്നെ മുൻകൂട്ടി കാലേക്കൂട്ടി തന്നെ ദേവസ്വത്തെ ഇത് അറിയിക്കുന്നുണ്ട് പി ജയരാജൻ എത്തുമെന്ന വിവരം. അതിനനുസരിച്ച് ക്ഷേത്രത്തിൽ ഭക്തരെത്തുന്ന സമയങ്ങളടക്കം കൂടുതലായിട്ടുള്ള ആളുകൾ എപ്പോൾ ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. അന്ന് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു പോകരുതെന്ന് പറയുന്നു. അങ്ങനെ അതീവ രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ക്ഷേത്ര ദർശന വിവരമാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. ഓക്കെ സാനു, എന്തായാലും പി ജയരാജൻ CPM-ന്റെ മുതിർന്ന നേതാവ്, മുൻ
മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നതല്ല പ്രശ്നം, അത് ആളുകൾ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന ഉടനെ അവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല ദേവസ്വം ജീവനക്കാരോട് ഒരു കാരണവശാലും ദൃശ്യങ്ങൾ എടുക്കരുതെന്നും ഇത് ആളുകൾ അറിയരുതെന്നും ഒക്കെയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം പിണറായി വിജയന്റെ മകൻ ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ സമാനമായ നാടകീയ രംഗങ്ങൾ കണ്ടു. കാരണം ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകൾ ദൈവമില്ല, ഈശ്വരനില്ല എന്നൊക്കെ പരസ്യമായി പ്രസംഗിക്കുകയാണ്. അതിനുശേഷമാണ് ഇത്തരം ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകൾ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാകാം ഇവരൊക്കെ രഹസ്യമായിട്ട് ഇങ്ങനെ കാര്യം സാധിക്കാനായി വരുന്നത്. പോട്ടെ, പി ജയരാജന്റെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് സാനു കെ സജീവ് നൽകിയത്.